മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായി കണ്ടിരുന്നു എന്ന് സാരം. 40 വയസ്സ് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അൽ അമീൻ എന്നറിയപ്പെട്ടത് വിശ്വസ്തൻ. അവർക്കൊരു യാത്ര പോകുമ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഏൽപ്പിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു. എല്ലാവിധ തിന്മകളും ആ സമൂഹത്തിൽ ഉണ്ടായിട്ട് ആ തിന്മകളോടൊന്നും ഒരു നിലക്കും സഹകരിക്കാത്തത് കാരണത്താൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അംഗീകരിക്കാതിരുന്നിട്ടില്ല. അവരുടെ ഏത് പ്രശ്നങ്ങളിലും പരിഹാരമായി കൊണ്ട് മധ്യസ്ഥനായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിശ്വസ്തനാണ് എന്ന സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു എന്ന് സാരം. എന്നാൽ പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ മനസ്സിലാക്കണം, 40ാമത്തെ വയസ്സിൽ അവിടത്തേക്ക് വഹി നൽകപ്പെടുകയും ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനങ്ങളോട് ദീനങ്ങ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് മുതലാണ് ആ പ്രവാചകൻ കള്ളവാദിയായി മാറിയത്. കണ്ടോ? അത് മുതലാണ് പിന്നീട് ആ പ്രവാചകന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത്. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടില്ല. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മക്കും ശിർക്ക്പരമായ ഒരു വിശ്വാസത്തിനും കൂട്ടുനിന്നിട്ടില്ല. അവിടെ പല ആഘോഷങ്ങളുമുണ്ട്, അതിലേക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല. ആ നബിയെ, ആ പ്രവാചകനെ എന്ന് വെച്ചാൽ പ്രവാചകനാകാത്ത കാലഘട്ടത്തെ അദ്ദേഹത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് ആ വിശ്വസിക്കുന്ന ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമല്ല അത് പറയുക കൂടി ചെയ്തപ്പോൾ അവർക്കിടയിൽ അവമതിക്കപ്പെട്ടവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുകയാണ് ഉണ്ടായത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കൽ മാത്രമല്ല. അത് മാത്രമല്ല, ആളുകൾക്കിടയിൽ നമുക്ക് വലിയ സ്വാധീനമൊക്കെ ഉണ്ടാകും, ആളുകൾ നമ്മളെ കുറിച്ച് നല്ലതൊക്കെ പറയും. പക്ഷേ എന്ന് നമ്മൾ ഇസ്ലാം ജനങ്ങളോട് പഠിപ്പിച്ച ആദർശം തുറന്നു പറയുന്നുവോ ഉണ്ടോ, അത് മുതൽ നമ്മൾ മഹല്ലിൽ കുഴപ്പമുണ്ടാക്കുന്നവനായി മാറും. ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹല്ലിൽ കുഴപ്പമുണ്ടാക്കിയ വ്യക്തിയായി മാറ്റപ്പെട്ടതുപോലെ കുടുംബത്തിൽ പ്രശ്നക്കാരനായി മാറും. ഇന്ന് എന്തുകൊണ്ട് നമ്മളെ കുറിച്ചത് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ ഇസ്ലാമിന്റെ ആദർശം ജനങ്ങളോട് പറയാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം